ഹലോ മക്കളെ, നമ്മളെല്ലാവരും കാത്തിരുന്ന ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ടൈം ടേബിൾ അനൗൺസ് ചെയ്തിരിക്കുന്നു. ഒരുപാട് നേരത്തെയാണ് ഇത്തവണത്തെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം അനൗൺസ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഡിസംബർ മാസമെല്ലാം തന്നെയാണ് ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ടൈം ടേബിൾ അനൗൺസ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ ഒക്ടോബർ മാസം തന്നെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ടൈം ടേബിൾ അനൗൺസ് ചെയ്തിരിക്കുന്നു. ഇതൊരു വലിയ സൂചനയാണ്, വേറൊന്നുമല്ല. വേണമെങ്കിൽ എക്സാം ഡിഫിക്കൽട്ട് ആക്കാം. ഒരുപാട് സമയം പഠിക്കാൻ വേണ്ടി തന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾ എക്സാം ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടി പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സമീപകാലത്ത് നടന്ന എല്ലാ പരീക്ഷയും അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിരുന്നു. നമ്മൾ ഇപ്പോൾ തന്നെ പഠിക്കാൻ ആരംഭിക്കണം. വളരെ വിശദമായിട്ട് നമുക്ക് ഓരോ എക്സാമിന്റെയും ടൈം പരിശോധിക്കാം. ആദ്യമായിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷ മാത്സ് തന്നെയാണ്. സാധാരണഗതിയിൽ മൂന്നാമത്തെയും നാലാമത്തെയും എക്സാമായിട്ട് നടക്കുന്ന മാത്തമാറ്റിക്സ് ഇത്തവണ ആദ്യ പരീക്ഷയുടെ വരുന്നു. ഫെബ്രുവരി മാസം 17-നാണ് മാത്സ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. മാത്സിന് ശേഷം പിന്നെ നമുക്ക് വരുന്നത് ഇംഗ്ലീഷാണ്. 2-3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം 21-നാണ് നമുക്ക് ഇംഗ്ലീഷ് എക്സാം നടക്കുക. 21 ഫെബ്രുവരിയിൽ നമുക്ക് ഇംഗ്ലീഷ് പരീക്ഷ. ഇംഗ്ലീഷിന് ശേഷം ഏകദേശം ഒരു 3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം 25-ന് നമുക്ക് സയൻസ് എക്സാമിനേഷൻ. മക്കളെ, മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഒന്നുമല്ല. ഇംഗ്ലീഷ് കഴിഞ്ഞാൽ 22, 23, 24 നിങ്ങൾ ഓരോ ദിവസവും ഓരോ സബ്ജക്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി റിവൈസ് ചെയ്താൽ തന്നെ നമുക്ക് എന്താണ് 25ലേക്ക് ഗ്യാപ്പില്ല. അതായത് ആകെത്തുകയായി മൊത്തമായിട്ട് നിങ്ങൾക്ക് എന്താണ് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം പോലും ഇല്ല. വളരെ ചുരുങ്ങിയ ഗ്യാപ്പ് മാത്രമാണ് നമുക്ക് സയൻസ് എക്സാമിന് വേണ്ടിയുള്ളത്. അതെല്ലാവരും ഇപ്പോൾ തന്നെ നോട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ട് സയൻസിനകത്തുള്ള എല്ലാ പാടും ഇപ്പോൾ തന്നെ പഠിച്ചു തീർക്കണം. കാരണം 3 ദിവസം കൊണ്ട് എല്ലാ പാടും റിവൈസ് ചെയ്യല് അത്രമേൽ ഈസി അല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സയൻസിന് ശേഷം 2-ാം തീയതി 26, 27, 28 1-ന് ശേഷം 2-ാം തീയതി നിങ്ങൾക്ക് ഹിന്ദി എക്സാം വരുന്നു. ഹിന്ദി എക്സാമിന് ശേഷം 5-ാം തീയതിയാണ് നിങ്ങൾക്ക് മലയാളം എക്സാം വരുന്നത്. ഇവിടെയാണ് നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്ന ഒരു വെല്ലുവിളി ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്, വേറൊന്നുമല്ല. ഗൈസ്, ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ, ഹിന്ദി എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം സോഷ്യൽ എക്സാമിന് വേണ്ടി ഒരു 4 ദിവസത്തെ ഫുള്ളി ഗ്യാപ്പ് ഉണ്ട്. 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി, 6-ാം തീയതി. 7th മാർച്ചിനാണ് നിങ്ങളുടെ SS എക്സാം വരുന്നത്. പക്ഷേ മലയാളം ഓപ്ഷണൽ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ SS-ന് വേണ്ടി. 6-ാം തീയതി മാത്രം. ഒരു ദിവസം കൊണ്ട് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് 4 വിഷയത്തിലെ മുഴുവൻ പഠിക്കൽ പ്രാക്ടിക്കലി ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് പോസിബിൾ. അതൊരിക്കലും പോസിബിൾ ആയ വിഷയമല്ല. അതിനുവേണ്ടി നിങ്ങൾ ഈ നിമിഷം തന്നെ SS ഏറ്റവും ഗംഭീരമായി പഠിച്ച് ഏറ്റവും ഗംഭീരം മാറ്റണം. ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പോൾ തന്നെ എഴുതി പഠിക്കണം. ഇപ്പോൾ തന്നെ എങ്ങനെ ആൻസർ പ്രസന്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. മക്കളെ, പഠിക്കാനുള്ള സമയം ആയി കഴിഞ്ഞു. എല്ലാ മക്കളും ഏറ്റവും ഉഷാറായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സൈലത്തിന്റെ NDA ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവാണ്. സൈലത്തിന്റെ ഓൺലൈൻ ആയിട്ടുള്ള റിവിഷൻ പ്രോഗ്രാമിന്റെ പേരാണ് NDA ബാച്ച്. ഇപ്പോൾ സൈലത്തിന്റെ അസ്തറ ബാച്ചിലുള്ള എല്ലാ മക്കൾക്കും സൈലത്തിന്റെ NDA ബാച്ച് 100% ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഡിസംബർ മാസം 1-ാം തീയതിയാണ്. ഡിസംബർ മാസം 1-ാം തീയതി മുതൽ അതിഗംഭീരമായിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് എത്താനുള്ള റിവിഷൻ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. അതിന്റെ മെഗാ ലോഞ്ച് ഞങ്ങൾ ഞായറാഴ്ച, അതായത് നവംബർ 2-ാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. NDA ബാച്ചിൽ പഠിച്ചുകൊണ്ട് എങ്ങനെ ഫുൾ മാർക്ക് നേടാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഗൈസ്, സീ യു, ബൈ. ആൻഡ് ഡേറ്റ് മറക്കരുത്, നവംബർ 2, സമയം മറക്കരുത്, 7 മണി.